ചില പാട്ടുകൾ നമ്മൾ അതിൻ്റെ ഒരു ട്യൂൺ കൊണ്ടായിരിക്കും ശ്രദ്ധിക്കുക, ചില പാട്ടുകൾ നമ്മൾ അതിൻ്റെ ലിറിക്സ് കൊണ്ടായിരിക്കും ശ്രദ്ധിക്കുക, ചിലത് അത് പാടിയ ആൾക്കാർ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറിനെ കൊണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ഒത്തുവരുന്ന ഒരു ഫാക്ടർ, അത് പാടിയ ഒട്ടുമിക്ക പാട്ടുകളിൽ ആ ഒരു ഫാക്ടർ ഉണ്ടായിട്ടുള്ള ഒരു സിംഗറിനെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സൺഡേ ഫണ്ടേയിലെ അതിഥി അരുൺ ഏളാട്ട്. നമസ്കാരം, വെൽക്കം ടു സൺഡേ ഫണ്ടേ. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, സച്ചിൻ പറഞ്ഞിട്ട് കുറെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ US ട്രിപ്പിൽ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് ആ സമയത്ത് കുറെ ഫോട്ടോസും കണ്ടിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് US ആഘോഷിക്കുന്ന സമയത്ത് കുറെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ യു ഗൈസ് ആർ ഗുഡ് ഫ്രണ്ട്സ് അല്ലേ? എന്താണ് ഈ 6 and 8 സെഷൻസ്? അയ്യോ, നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ചോദ്യമാണ്. എന്നുവെച്ചാല് കുറച്ച് കാലേ നമ്മളത് ആക്റ്റീവായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ തട്ടത്തിൻ മറയത്തിൻ്റെ സമയത്താണ് ഞാൻ സച്ചിന് പരിചയപ്പെടുന്നത്. അതിൽ ഞാനും പാടിയിട്ടുണ്ട്, സച്ചിനും പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റൊക്കെ ഒരു എന്താ സിമിലറായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ടേസ്റ്റാണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ബാൻഡ് ഫോം ചെയ്തു. കുറച്ച് ഷോസ് ചെയ്തു, പിന്നെ കുറേ നമ്മുടെ പാട്ടുകളൊക്കെ ചെയ്ത് പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഇറക്കിയൊന്നുമില്ല, പക്ഷെ ആ സമയത്ത് നമ്മൾ കുറച്ച് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സംസാരം ഉണ്ടായിട്ടുണ്ട് പാട്ടിനെ കുറിച്ചിട്ട്. ഇപ്പൊ സച്ചിൻ കേൾപ്പിച്ചെന്ന പുതിയ കുറേ പാട്ടുകളുണ്ട്, അതിൽ ഞാൻ ഷെയർ ചെയ്ത കുറേ പാട്ടുകളുണ്ട്. അപ്പം അങ്ങനെ 6 and 8 ശരിക്കും ആ ഒരു സമയത്ത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് വരെ ഞാൻ സച്ചിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരുമിച്ച് ചെയ്യണം എന്നിങ്ങനെ സംസാരിച്ചുള്ളൂ. അതൊരു കോയിൻസിഡൻസ് ആയി ഫസ്റ്റ് ചോദ്യം തന്നെ. കാരണം എനിക്കറിയായിരുന്നു ആ സമയത്ത് കുറെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ആ നമോസ്തുത ഒന്ന് കേട്ടാൽ സന്തോഷായിരിക്കും. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി, പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി, പരമേശി ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ നമോസ്തുതേ നമോസ്തുതേ. ഈ അടുത്ത് ഞാനിത് ടിക്ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അയച്ചുതരാട്ടോ. ഇപ്പൊ ഡാൻസ് ആകുമ്പോഴേ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനത്തെ ഇതിനോട് കണക്ട് ചെയ്യാൻ പറ്റൂല. ഈ പാട്ടിന് അങ്ങനെ ഒരു ഓർമ്മ ഞാൻ പങ്കുവെക്കാം. വെച്ചാല് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ പാട്ട്. കാരണം എൻ്റെ കറക്റ്റ് പറഞ്ഞ 5ാമത്തെ സിനിമയാണത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് വിനീതേട്ടനും ഷാനയ്ക്കും. അപ്പോൾ ആ സമയത്തൊക്കെ +2 എല്ലാം കഴിഞ്ഞ സമയത്തും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര അസൂയ കണ്ണോടുകൂടി നോക്കിക്കണ്ട ഒരു സിംഗറും കമ്പോസറാണ് ഷാനയ്ക്കും വിനീതേട്ടനും. എന്നുവെച്ചാൽ ആൽബംസ് ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു, കോഫി അറ്റ് എംജിയോടുള്ളൂ. അപ്പോൾ ആ ഒരു കോള് ഭയങ്കര ഹാപ്പിനെസ് തന്നൊരു കോളാണ്. പക്ഷെ പടത്തിൽ വന്നപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പാട്ടായിട്ടുള്ളത് ഉപയോഗിച്ചേക്കണം. അപ്പം അത് യൂട്യൂബിൽ വന്നപ്പോഴും പെട്ടെന്ന് തന്നെ ആ പാട്ട് വേറൊരാളാണ് ഇട്ടത്. അപ്പോൾ അത് പൈറസിയുടെ ഒരു കാര്യം വെച്ചിട്ട് അത് റിമൂവ് ചെയ്തു. അപ്പൊ ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇത് രംഗപൂജയൊക്കെ ചെയ്യുമ്പോൾ കുറെ പേര് പിന്നെ കുറെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻസിന് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ ഭയങ്കര ഹാപ്പി ആയി.